ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. നമ്മൾ തന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെയാണ്. അപ്പോൾ പ്രഗ്നൻസി കിറ്റും കൈ പിടിച്ചുകൊണ്ട് മീനു ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈശ്വര, ഇനി എന്തായിരിക്കും എന്തോ, ആകെ ടെൻഷനിലാണ് ആളെ. ദൈവമേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം, അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ, നീ പരീക്ഷിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് അർജുൻ കാത്തിരിക്കുന്നത്. ഞങ്ങളെ വെറുതെ നിരാശരാക്കരുതേ, അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് മീനു പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അഖില കയറി വരുന്നത്. ചേച്ചി, എന്തായി ചേച്ചി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ആകാംക്ഷയില്ല. നീ ടെസ്റ്റ് നടത്തിയോ? ഇല്ല, നടത്തിയിട്ടില്ല. എത്ര സമയമായി, നീ ഒന്ന് ചെന്ന് നോക്ക് എന്ന് പറഞ്ഞു. എനിക്കെന്തോ പേടിയാവുന്ന അഖില. പേടിയോ? എന്തിന്? ബാബാ ചെന്ന് നോക്ക്. അത് വേണോ? വേണം, എഴുന്നേക്കാനല്ലേ പറഞ്ഞത്. ചെന്ന് നോക്ക് ചേച്ചി എന്ന് പറഞ്ഞ് മീനുനെ ഉന്തി തള്ളി അകത്തേക്ക് വിടുകയാണ്. എന്നിട്ട് അഖില ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഈശ്വര, നീ എന്തായിരിക്കും എന്തോ. അപ്പം മീനു ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നോക്കിയപ്പോഴത്തേനും ഒരു ലൈനേ തെളിഞ്ഞുള്ളൂ. ദൈവമേ, രണ്ടാമത്തെ ലൈൻ കാണുന്നില്ലല്ലോ. ആളാകെ ഭയങ്കര ടെൻഷനിലായി. ഈശ്വര, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു, ഞങ്ങളെ നീ പറ്റിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ആളാകെ സങ്കടപ്പെട്ട് നിൽക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ കരഞ്ഞ് കൂകിയൊക്കെയാണ് ചെല്ലണം കേട്ടോ. അപ്പോൾ അഖില അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ചേച്ചി, എന്താ എന്ന് ചോദിച്ചോ. പോസിറ്റീവ് ആണോ? എന്ത് പറ്റി? എന്തിനാ ചേച്ചി കരയുന്നത് എന്ന് ചോദിച്ചോ. ചേച്ചി ഓക്കെ അല്ലേ? അല്ല എന്നിങ്ങനെ പറഞ്ഞ് തലയാട്ടി. എന്നിട്ട് കയ്യിലിരുന്ന ആ ഒരു കാർഡ് നമ്മുടെ അഖിലയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അഖില വാങ്ങി, ഇതാണോ? അത് മാത്രം പ്രതീക്ഷിച്ചിരുന്നു ഞാൻ, നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ അഖില. ചേച്ചി വിഷമിക്കാതെ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ എല്ലാ റിസൾട്ടും ഒന്നും കറക്റ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ തെറ്റാറുണ്ട്. മറ്റു പല കാരണങ്ങൾ കൊണ്ടാവും അത്. ചേച്ചി ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യുക, നമുക്ക് ഒരു കിറ്റ് കൂടി വാങ്ങി ടെസ്റ്റ് ചെയ്യാം, അപ്പോൾ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ചേച്ചി കണ്ടോ, അപ്പോൾ എന്താണേലും പോസിറ്റീവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതെ, അല്ലെങ്കിൽ ഡോക്ടറെ ചെന്ന് കണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാന്നേ. ചേച്ചി ഇങ്ങനെ കരയാതെ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇങ്ങനെ വിഷമിക്കല്ലേ. ആദ്യം നോക്കിയപ്പോൾ നെഗറ്റീവ്, കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ പോസിറ്റീവ്, ഇങ്ങനെ എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേ, ഇതോർത്ത് വെറുതെ വിഷമിക്കണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ, ഈ കരച്ചിലൊക്കെ നമുക്ക് സന്തോഷമാക്കി മാറ്റാന്നേ. ധൈര്യമായിട്ട് ഇരിക്കുക ചേച്ചി, കരയല്ലേ, കണ്ണ് തുടയ്ക്കുക, ധൈര്യമായിട്ട് ഇരിക്കുക. അപ്പോൾ വേഗം തന്നെ അകലെ കെട്ടിപ്പിടിച്ച് കേട്ടോ. അതെ, ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരുന്നു, അത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്നിട്ടും എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അഖിലേക്ക് കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ് കേട്ടോ. അപ്പോൾ അഖിലേക്ക് വിഷമായി. പിന്നെ നമ്മൾ കാണുന്നത് ദേണ്ട ശേഖറിൻ്റെ അടുത്തേക്ക് അർജുൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇരിക്ക്, ആരാന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. എന്താ വന്നത്? അല്ല, ഞാൻ അർജുൻ, പിന്നെ സാറിന് എന്നെ അറിയാം. എനിക്ക് തന്നെ അറിയില്ല. സാറിൻ്റെ മകള് അഞ്ജലി പഴയ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു. മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുമുണ്ട്. ഓ അർജുൻ, ഇപ്പം മനസ്സിലായി, ഇപ്പം എനിക്ക് ആളെ പിടികിട്ടി എന്ന് പറഞ്ഞു. അല്ല, എന്താ വന്നത്? അല്ല, സാറിൻ്റെ ഒരു സഹായം എനിക്ക് വേണം. എൻ്റെ മാമൻ ഇവിടെ ഒരു ആധാരം പണയപ്പെടുത്തി കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആധാരം തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് ദിവസം കൂടി സാവകാശം വേണമായിരുന്നു. ഓ, രാജേന്ദ്രൻ്റെ കാര്യമല്ലേ പറയണത്? കാശ് തിരിച്ചടച്ചില്ലെങ്കിൽ ആ വീട് സ്ഥലവും അതെൻ്റെ പേരിലാവും. ആ സ്ഥലം എൻ്റെ മോക്ക് ഏറെ ഇഷ്ടമാണ്. ആ വീട് ഇടിച്ചു നിരത്തി അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിട്ടാണ് അവളുടെ പ്ലാൻ തന്നെ. എൻ്റെ മോള് എന്താവശ്യപ്പെട്ടാലും ഞാനത് വാങ്ങിക്കൊടുക്കാറുണ്ട്. തൻ്റെ അങ്കിളിന് പറഞ്ഞ സമയത്ത് കാശ് തന്ന് ആധാരം തിരികെ എടുക്കാനൊന്നും കഴിയില്ല, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യാം. അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പ്ലാൻ അത് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. നിൻ്റെ അങ്കിളിനും കുടുംബത്തിനും അവിടെ നിന്ന് ഇറങ്ങേണ്ടിയും വരും. സർ പ്ലീസ് സർ, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തെ സമയം കൂടി തരണം. കാശ് തന്നാൽ ഞാൻ ആധാരം എടുത്തോളാം. സമയം തരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? സർ പ്ലീസ് എന്ന് പറഞ്ഞു. അതെ, താൻ ഒരു കാര്യം ചെയ്യുക, അഞ്ജലിയോടൊന്ന് സംസാരിച്ച് നോക്കാം. ഒരവധി കൂടിയേ തരാൻ അവൾ തയ്യാറായാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീടിടിക്കരുതെന്ന് അവൾ പറഞ്ഞാൽ ഞാൻ ഇടിച്ചു നിരത്തില്ല. ശരി, അവൾ പറയുന്നത് എന്തും ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. ചെന്നൊന്ന് സംസാരിച്ച് നോക്കാം, അർജുൻ്റെ ആവശ്യമല്ലേ. ചെല്ല്. ശരി സാർ, അഞ്ജലിയായിട്ട് ഞാൻ ഇപ്പം തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി ചെല്ല്.
ശരി സാർ എന്ന് പറഞ്ഞ് അർജുൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ കാണുന്ന മീനുവിനെയാണ്. മീനു അമ്മേ അമ്മേ എന്ന് വിളിച്ച് മാനുവിനെ വിളിച്ച് നടക്കുക. എന്താ മോളെ എന്ന് ചോദിച്ചു. അമ്മ എവിടെ അച്ഛാ? നീ എന്തിനാ അമ്മ അന്വേഷിക്കണത്? കുളിച്ചിട്ട് വാ, തലമുടി ചീ കെട്ടിത്തരാമെന്ന് പറഞ്ഞിരുന്നു. ആളെ ഇപ്പോൾ കാണുന്നില്ല. അപ്പം മാലു അങ്ങോട്ടേക്ക് വന്നു. എന്തിനാടി ഇങ്ങോട്ട് വിളിച്ചു കൂണതാ? ദേ തലമുടി ചീ കെട്ടിത്താ. നിനക്ക് തലമുടി ചീ കെട്ടിത്തന്നാലേ അതെ ചോറും കറിയൊക്കെ ആരാ വയ്ക്കാം? തനി അങ്ങ് ചീ കെട്ടിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് മാലു പോയി. കണ്ടോ അച്ഛാ, ഇപ്പോൾ വാക്ക് മാറ്റി. അത് മോളെ, പിന്നെ അച്ഛൻ മോളുടെ മുടി ഒന്ന് ചീകി കെട്ടി തരട്ടെ എന്ന് ചോദിച്ചു. പണ്ടേ ചെറിയ പ്രായത്തിൽ നീ സ്കൂളിൽ പോകുമ്പോഴേ നിന്റെ മുടി അച്ഛൻ ചീകി കെട്ടി തരാറില്ലായിരുന്നു. അതുപോലെ ഒന്ന് കെട്ടിത്തരട്ടെ. എന്നാ വാ, ഇങ്ങി വാ എന്ന് പറഞ്ഞ് മീനുവിനെ പിടിച്ചാടിത്തിരുത്തി തലമുടിയൊക്കെ ചീകി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാലോടി നിന്റെ മുടി എന്നൊക്കെ പറഞ്ഞാണ് കെട്ടണത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അഖില അങ്ങോട്ടേക്ക് പറഞ്ഞത്. ആഹാ, അച്ഛൻ്റെ മൂത്ത മോക്ക് മാത്രമേ ചീ കൊടുക്കൂ എന്നുള്ളുണ്ടോ? എൻ്റെ മുടി ചീകണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം മീനുവിനെ പൊക്കിയിട്ട് അഖില അവിടെ ഇരുന്നു. അഖിലയുടെ മുടി ഇങ്ങോട്ടിട്. അപ്പോൾ ഇതും ചീകിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ രാഖി പറഞ്ഞത്. ഓഹോ, എങ്ങനെയുണ്ട് മോളെ അച്ഛൻ മുടി കെട്ടിയത്? സൂപ്പർ എന്ന് പറഞ്ഞോട്ടാ. അച്ഛാ എൻ്റെ മുടിയും കെട്ടിത്തരണം. അയ്യോ, അതിനെ നിൻ്റെ മുടി കെട്ടി വെച്ചിരിക്കല്ലേ? അതമ്മ നേരത്തെ ചെയ്തതല്ലേ? അച്ഛൻ മുടി എൻ്റെയും കെട്ടിത്തരണം എന്ന് പറഞ്ഞു. എഴുന്നേക്ക്. അഖിലയെ പൊക്കിയിട്ട് അടുത്തത് രാഗിയിരുന്നു. എന്നിട്ട് രാഗിയുടെ മുടിയും കെട്ടുകയാണ് കേട്ടോ. അപ്പോഴാ മാലു അങ്ങോട്ട് പറഞ്ഞത്. എൻ്റെ ദൈവമേ, എന്താ ഞാനീ കാണുന്നത്? 3 പേരുടെയും മുടി ചീകി കെട്ടിക്കൊടുത്തു. 3 പേരെയും ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയിട്ട് കുറേ നാളുകളായിട്ടില്ലേ? അതാ. നടക്കട്ടെ. അമ്മ എന്താ പറഞ്ഞത്? മുടി കെട്ടി തരില്ലാന്ന്. ഇപ്പം കണ്ടോ, അമ്മ കെട്ടി തരുന്നതിനെ ഭംഗിയായിട്ട് നല്ല അച്ഛൻ കെട്ടിത്തന്നത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായി. അപ്പോഴേക്കും രാജേന്ദ്രൻ്റെ മനസ്സ് വേഗം മാറിയിട്ടോ. നിങ്ങൾ വാ, കിച്ചണിൽ വന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മീനുവിനെയും അഖിലയെയും കൂട്ടിക്കൊണ്ട് അമ്മ അകത്തേക്ക് പോയി. അപ്പോൾ രാഗിക്കും സങ്കടം സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ രാഗിയും കെട്ടിപ്പിടിച്ച് നിന്ന് രാജേന്ദ്രൻ കരയാണ്. പിന്നെ നമ്മൾ കാണുന്നത് അമലിനെയും ജീവനെയാണ്. അപ്പോൾ 2 പേരുടെ നീ എന്ത് ആലോചിക്കുന്നത്? നീ കാജനെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പം എൻ്റെ മനസ്സ് നിറച്ച് ഇപ്പം അർജുനും മീനും മാത്രം അവർക്കിട്ട് എങ്ങനെ തീർക്കണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കൊണ്ടിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തന്ത്രപൂർവ്വം തന്നെ നീങ്ങണം. അഞ്ജലിയെ കൂട്ടുപിടിച്ചാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഏതഞ്ജലി എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാളുണ്ട്, നിനക്കറിയില്ലായിരിക്കും. ഈ അർജുൻ്റെ പഴയൊരു കാമുകി കേട്ടോ എന്ന് പറഞ്ഞു. അർജുനും മീനുവാ ഇപ്പോൾ അവളുടെ മുഖ്യ ശത്രുക്കൾ എന്നാ കേട്ടത്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവളിപ്പം അവരുടെ പുറകെ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആഹാ, നിനക്ക് ഈ അഞ്ജലി പരിചയമുണ്ടോ? അറിയാം, എന്നെ അവൾക്കും അറിയാം. പക്ഷേ വലിയ അടുപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓ, കോടീശ്വരി അവള്. എങ്കിലും രാജശേഖരൻ മുതലാളിയുടെ ഒരേ ഒരു മകള്. എങ്കിലൊന്ന് മുട്ടിയാലോ എന്ന് ചോദിച്ചു. നീ വേഗം ഒന്ന് വിളിക്ക്. നമുക്ക് അഞ്ജലിയെ നേരിട്ട് പോയി കാണാടാ, അതാ നല്ലത്. അധികം വൈകരുത്. നമുക്ക് നാളെ രാത്രി തന്നെ അവളെ ചെന്ന് കാണാം. അവൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താം. അർജുനും അവസാന യാത്രയപ്പ് നൽകാം, അവൻ്റെ ഏട്ടന് നൽകിയ പോലെ. അവൻ്റെ ഏട്ടനോ എന്ന് ചോദിച്ചു. ആദി, അവൻ മരിച്ചതാ എന്ന് പറഞ്ഞു. അല്ല, അവനെ അങ്ങ് കൊന്നതാ എന്ന് പറഞ്ഞു. ആ കഥകളൊക്കെ നീ അറിഞ്ഞാലേ നീ എന്നെ തോളിലേറ്റി നടക്കും. നീയാണോ ആദ്യം കൊന്നത് എന്ന് ചോദിച്ചു. നമുക്ക് ആ വിഷയത്തിലേക്ക് ഇപ്പം തൽക്കാലം കിടക്കണ്ട. മീനുവും അർജുൻ എന്നിവരെ കൊല്ലേണ്ട വിഷയത്തിലേക്ക് മാത്രം നമുക്ക് കിടക്കാം. അതിനായിട്ട് അഞ്ജലിയെ നമുക്കൊന്ന് കാണാം, എല്ലാം സെറ്റാക്കാം. എന്നാൽ പിന്നെ ഞാൻ പോവാം. നമുക്ക് നാളെ രാത്രി കാണാട്ടോ. നീ ധൈര്യമായിട്ടിരിടാ ജീവ. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമൽ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ജീവൻ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണുന്നത് രാജേന്ദ്രനെയാണ്. അപ്പോൾ രാജേന്ദ്രൻ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാഖി അങ്ങോട്ട് വന്നിട്ട് അച്ഛാ, ടാബ്ലറ്റ് മെഡിസിൻ കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല മോളെ, എന്നാൽ എണീക്ക്, ഞാൻ മെഡിസിൻ തരാം എന്ന് പറഞ്ഞ് രാഖി മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മീനുവും അഖിലയും കയറി വരണത്. എന്താ 2 പേരും? ഞാൻ കരുതി നിങ്ങളൊക്കെ ഉറങ്ങിയെന്ന്. ഉറങ്ങാനുള്ള സമയമൊന്നും ആയില്ലല്ലോ. അർജുൻ വന്നില്ലേ മോളെ എന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ വരും. എന്നാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും അടുത്തടുത്തൊക്കെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആഹാ,
എന്താ എന്ന് ചോദിച്ചു. അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക്. എന്താ മക്കളെ എന്താ? വന്നപ്പോൾ മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അച്ഛനാളാകെ മാറിയിട്ടുണ്ട്. എന്താ പറ്റിയച്ഛാ? ഏയ് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാ. അല്ല, അതൊന്നുമല്ല. മുമ്പൊക്കെ അച്ഛൻ ഉറക്കെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പതുക്കെ പറയാൻ പറഞ്ഞാൽ പോലും കേൾക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പം അച്ഛൻ സംസാരിക്കുന്നത് വളരെ പതുക്കെ സ്ലോയിലാണ്. ഇപ്പം മുമ്പത്തെ പോലെ അച്ഛൻ ആക്റ്റീവും അല്ല, തീരെ വയ്യാത്ത പോലെയാ അച്ഛൻ സംസാരിക്കണത്. അയ്യോ, ആര് പറഞ്ഞു ആക്റ്റീവല്ലെന്ന്? നിങ്ങൾ രാഖിയോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ മുമ്പത്തെ കാലം ആക്റ്റീവാ അല്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവളിങ്ങനെ തലയാട്ടുക. നീ വെറുതെ തലയാട്ടമൊന്നും വേണ്ട, ഞങ്ങൾക്ക് മനസ്സിലാകുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ അച്ഛന് പറ്റിയത്? ഒന്നുമില്ല മോളെ, പക്ഷേ വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ക്ഷീണമൊക്കെ കാണും. അതിന് കൈ കൊണ്ട് കൈക്കും കാലിനും ഒക്കെ ചെറിയൊരു വേദനയുണ്ടോ? ഡോക്ടറെ കാണിച്ചില്ലേ അച്ഛാ? എന്തിന് കാണിക്കണം? രാഖി മോളെ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് തടവിത്തരും. അപ്പം വേദനയെല്ലാം ഒന്ന് മാറും. ഇപ്പം വേദനയുണ്ടോ? ചെറുതായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ തടവിത്തരാം. വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. വേണം എന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ച് തടവുമൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം രാഖി ഇത് നോക്കിയിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുക. അച്ഛന് ആമക്കളില്ലാന്നോർത്ത് അച്ഛന് എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ ആമക്കളും പെൺമക്കളും ഒക്കെ നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ചോദിക്കായിരുന്നു, രാജേന്ദ്ര, നിനക്ക് 3 പെൺമക്കളായി പോയല്ലോ, നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷേ ഞാൻ അവരുടെയൊക്കെ വാ അടപ്പിക്കാറുണ്ട്, അതാണ് ഞാൻ സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരെയും ചേർത്ത് പിടിച്ചിരിക്കുക കേട്ടോ. പെൺമക്കളെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് ആ മണ്ടന്മാർക്ക് എവിടെ എന്താ അറിയുന്നത്? പെൺമക്കളാ ഭാഗ്യമെന്ന്. എല്ലാവർക്കും 1-2 പെൺമക്കളെ ദൈവം കൊടുക്കുള്ളൂ. പക്ഷേ എനിക്ക് 3 പേരെയാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണെന്നൊന്ന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര സെൻറ്റിമെൻറ്റ്സായി. അതൊക്കെ വിട്, അതൊക്കെ പോട്ടെ. പിന്നെ നിങ്ങൾ 2 പേരും എപ്പോഴാണ് എനിക്ക് പേരക്കുട്ടികളെ തരുന്നത്? പെട്ടെന്ന് തന്നെ തരുച്ച എന്ന് പറഞ്ഞു മീനു. മിടുക്കി, സൂപ്പർ. നിങ്ങളുടെ പേരക്കുട്ടികളെ ഒന്ന് കാണണം. പിന്നെ എൻ്റെ രാഖി മോളുടെ കല്യാണം നടത്തണം. അത് കഴിഞ്ഞ് മരിച്ചാലും കുഴപ്പമില്ല എനിക്ക്. മരിക്കാനോ? അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാ. അയ്യോ, അറിയാതെ പറഞ്ഞു പോയതാണേ എന്ന് പറഞ്ഞു. ശരി, ഇനിയും എത്രയോ വർഷങ്ങളാണ് അച്ഛൻ നിങ്ങളോടൊപ്പം കാണും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ രാഖിയുടെ മുഖത്തേക്ക് നോക്കുമ്പം ആൾക്കൊരു സന്തോഷവും ഇല്ല. ആളാകെ സങ്കടത്തിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ അർജുനെയാണ്. ഇനി നമ്മുടെ അഞ്ജലിയെ വിളിക്കണമല്ലോ എന്ന് ഓർത്താണ് ആകെ ടെൻഷനിലാണ് കേട്ടോ, ഭയങ്കരമായിട്ട്. നേരെ വഴിയില്ല. എന്തായാലും വീട് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അഞ്ജലിയോട് സംസാരിച്ചേ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യും? അവസാനം ഫോൺ എടുത്ത് അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിക്കണം. അപ്പം അഞ്ജലി ഫോൺ കണ്ടിട്ട്, വിളിച്ചോ? നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, നീ വിളിക്കുമെന്ന് എനിക്കറിയാം ഹലോ എന്ന് പറഞ്ഞു. അഞ്ജലി, ഞാൻ അർജുനാ സംസാരിക്കണത്. സാറോ? സാർ എന്താ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതല്ലേ? എന്നിട്ട് പിന്നെന്താ സാറ് വിളിക്കാൻ തോന്നിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ, നിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം നിനക്കറിയാവുന്നതല്ലേ? അറിയാം, വ്യക്തമായിട്ടറിയാം. പിന്നെ എന്തിനാണോ വിളിച്ചത്? എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊരു പ്രത്യേകപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് സംസാരിക്കാൻ തോന്നുമ്പം എന്താണെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. ഇതെങ്ങനെ ശരിയാവും? ശരി, അതൊക്കെ ഞാൻ വിട്ടു. നീ ഇപ്പം നിനക്ക് എന്ത് കാര്യം പറയാനുള്ളത് അത് പറയാം. എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. അതിനെന്താ, നേരിൽ കാണാലോ എന്ന് പറഞ്ഞു. എന്താ? അല്ല, ഈ നേരിൽ കണ്ട എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത് അത് പറയാം. എനിക്ക് നിൻ്റെ ഒരു സഹായം വേണമായിരുന്നു. ഞാൻ സഹായിക്കാനോ? അതെന്താണാവോ എന്ന് ചോദിച്ചു. ശരി, നേരിൽ കാണാം, നാളെ രാവിലെ നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അർജുൻ. അപ്പം അർജുൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വാ അർജുൻ, നാളത്തെ കാര്യം ഓർത്തിട്ട് എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കുകയാണ് അഞ്ജലി. അപ്പം മീനു വന്നിട്ട്, അർജുൻ എപ്പോഴാണ് വന്നത്? വന്നിട്ട് കുറേ സമയമായോ? കുറച്ച് നേരമായി എന്ന് പറഞ്ഞു. നീ എന്തെടുക്കായിരുന്നു? അച്ഛൻ്റെ മുറിയിലായിരുന്നു. വാ, കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാം, ഞാൻ അപ്പോഴത്തേക്ക് എടുത്ത് വെക്കാം എന്ന് പറഞ്ഞ് മീനു അങ്ങ് പോയി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ
നമ്മൾ അർജുൻ ഇത് അഞ്ജലിയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. പറയാം, അതൊക്കെ വിട്. ശരി, നീ എന്തിനാ വന്നത് അത് പറയാ എന്ന് പറഞ്ഞു. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ വിഷയം അത് പറയാം. മറ്റൊന്നും അല്ല അഞ്ജലി, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം എന്നാ ചോദിച്ചത്? നീ സഹായത്തിനല്ലാതെ എൻ്റെ മുന്നിൽ വരില്ലല്ലോ. ശരി, എന്താണെന്ന് നീയൊന്ന് പറ. മറ്റൊന്നുമല്ല, എൻ്റെ മാമൻ മീനുവിൻ്റെ അച്ഛൻ, അതായത് നിൻ്റെ അച്ഛൻ്റെ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ആധാരം പണയം വെച്ച് വലിയൊരു തുക ലോൺ എടുത്തിരുന്നു. ആ തുക അതിപ്പം അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടിലാണ്. പെട്ടെന്ന് അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. തിരിച്ചടച്ചില്ല എങ്കിൽ വീടും സ്ഥലവും നഷ്ടമാകും എന്നാണ് പറയണത്. അതുകൊണ്ട് കാശ് തിരിച്ചടയ്ക്കാനായിട്ട് ഒരവധി വേണം അഞ്ജലി. അത് നടക്കില്ല അർജുൻ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ആ വീട് ഇടിച്ചു നിരത്തി അവിടെ എൻ്റെ പേരിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.